ഹലോ, അപ്പോൾ നമ്മുടെ WCCയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് പോയപ്പോൾ നമ്മുടെ ബീച്ച് റോഡിൽ കണ്ടൊരു മുതലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ എവിടെ കണ്ടാലും ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടികൾ. ഏകദേശം ഒരു 1920 to 30 വരെയുള്ള ഒരു മോഡലിലാണ് ഇതുപോലുള്ള വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹോണ്, ഇതൊക്കെ ഒരു പഴയ കാലത്തൊരു പ്രത്യേക പ്രൗഢി തന്നെയാണ് കേട്ടോ. അന്നത്തെ കാലത്തുള്ള അലോയ് വീലൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കാണാം. ഈ വണ്ടി ഇതിന്റെ ഓണർ ഇപ്പോഴും ആ പഴയ അതേ പ്രൗഢിയിൽ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പഴയ വിൻറ്റേജ് വണ്ടികളൊക്കെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതുപോലുള്ള വിൻറ്റേജ് വണ്ടികളൊക്കെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്. ഹലോ, അപ്പോൾ നമ്മുടെ WCCയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് പോയപ്പോൾ നമ്മുടെ ബീച്ച് റോഡിൽ കണ്ടൊരു മുതലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ എവിടെ കണ്ടാലും ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടികൾ. ഏകദേശം ഒരു 1920 to 30 വരെയുള്ള ഒരു മോഡലിലാണ് ഇതുപോലുള്ള വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹോണ്, ഇതൊക്കെ ഒരു പഴയ കാലത്തൊരു പ്രത്യേക പ്രൗഢി തന്നെയാണ് കേട്ടോ. അന്നത്തെ കാലത്തുള്ള അലോയ് വീലൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കാണാം. അപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ഓണർ ഇപ്പോഴും ആ പഴയ അതേ പ്രൗഢിയിൽ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പഴയ വിൻറ്റേജ് വണ്ടികളൊക്കെ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിൻറ്റേജ് വണ്ടികളൊക്കെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്.